പത്മനാഭ വേണുഗോപാൽ കർണാകരന്റെ മോള്. അവര് ജയിച്ചു കഴിഞ്ഞാ ഞാൻ എന്റെ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് തൃശ്ശൂരും കൊച്ചിനോട്ട് എന്താ ബന്ധം? തൃശ്ശൂരും കൊച്ചിനെ ഒരുപ്പിച്ചോ? നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് കൊച്ചിയിലാണ്. എറണാകുളം അല്ലേ? എറണാകുളം അത് അവര് തൃശ്ശൂർ ജയിക്കുമ്പോ എങ്ങനെ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് അവരച്ഛന്റെ പേരാക്കും? ഇത് അല്ല, കർണാകരൻ എയർപോർട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിൽ വരുന്നു. അന്നേരം അവർ എയർപോർട്ടിൽ ചെന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ തന്നെ കർണാകരൻ എന്റെ അച്ഛനാ, അതുകൊണ്ട് ടിക്കറ്റ് എനിക്കില്ല. എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണോ? അല്ല, ടിക്കറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചത്, അറിവിലില്ല. ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? എന്റെ അറിവിലില്ല. അങ്ങനെ അല്ല, ഇത് പറഞ്ഞപ്പോഴേ വേറൊരാള് കേട്ടോ, നമ്മുടെ പാലക്കാട് പോയി നിൽക്കുന്ന വേറൊരാളുണ്ടല്ലേ, സിനിമാ താരം രമേശ് പിഷാരടി. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇവിടെ കൊണ്ടുവരും. അല്ല, അത് വേറെ കുഴപ്പമുണ്ട്. അതാ മമ്മൂട്ടി പിഷാരടി UDF. അതെ അല്ല, അതെ വേറൊന്നരുടെ മമ്മൂട്ടിക്ക് പാലക്കാട് പോകാൻ അറിയത്തില്ല, ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. പാലക്കാട് പോകാൻ ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല, റൂട്ട് അറിയത്തില്ല. പാവപ്പെട്ട 90 നമുക്ക് അറിയത്തില്ല. 72 ലൈസൻസ് കിട്ടി കാണാം. 90-70 ലൈസൻസ് വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല. വണ്ടി ഓട്ടിക്കാൻ അല്ലടയോ? അതായത് പാലക്കാട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ, നമ്മുടെ തൃശ്ശൂര് ഡിസ്ട്രിക്ട് കഴിഞ്ഞ് പോണം. എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം. മലപ്പുറത്തുനിന്ന് തൃശ്ശൂര് ചാടാൻ അറിയാം, പക്ഷെ പാലക്കാട് ചിലപ്പോ വിചാരിച്ചാണ് വേറെ സ്റ്റേറ്റ് ആയിരിക്കും. വേറെ സ്റ്റേറ്റ് ആണ്, പുള്ളിക്ക് അറിയത്തില്ല. അത് രമേശ് പിഷാരടി വേണം പുള്ളിയെ ആദ്യമായിട്ട് പാലക്കാട് കൊണ്ടുവരാൻ. സിനിമാ നടിമാരുണ്ടല്ലോ, ഒന്ന് വീണ നായരും പിന്നെ ലക്ഷ്മി പ്രിയ, മറ്റേ ബിഗ് ബോസ് ഇല്ലേ, അതിന്റെ ഒരു ട്രോളുണ്ട് കണ്ട. ഇവര് ബിഗ് ബോസ് ആണെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. കാരണം പെട്ടെന്ന് പിന്നെ അവർക്ക് ബോധം വന്നത്, ഈ വോട്ടർ ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവര് എവിടെ ബുക്ക് ചെയ്യണം. PR വർക്കുകാർ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ബുക്കിംഗ് കാരണം ഓൺലൈനിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതൊക്കെ വേറെ നാട്ടുകാരാ ചെയ്യേണ്ട വോട്ട്, PR അല്ല വോട്ട് ചെയ്യേണ്ടത്. അല്ല, ഞാൻ ഈ ഇടയ്ക്ക് ലക്ഷ്മിയുടെ ട്രോൾ ഉണ്ടല്ലോ, ബൈക്കിൽ ഇരുന്നിട്ട് പോകുന്നു. ഇതൊക്കെ വരും നോക്കത്തില്ലടേ. സത്യം അവരെ കളിയാക്കുന്നില്ല. സത്യം പറ, ഈ കർണാകരന്റെ മോള് അവര് ജയിച്ചു കഴിഞ്ഞാ ഞാൻ എന്റെ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് അതാ തൃശ്ശൂരും കൊച്ചിനോട്ട് എന്താ ബന്ധം? തൃശ്ശൂരും കൊച്ചിനെ ഒരുപ്പിച്ചോ? നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് കൊച്ചിയിലാണ്. എറണാകുളം അല്ലേ? എറണാകുളം അത് അവര് തൃശ്ശൂർ ജയിക്കുമ്പോ എങ്ങനെ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് അവരച്ഛന്റെ പേരാക്കും? അല്ല, അതങ്ങനെ പറയണ്ട. അവിടെ തൃശ്ശൂർ എന്തെല്ലാം ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. തൃശ്ശൂർ കർണാകരന്റെ ഒരു പ്രതിമ അനാച്ഛാദനം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഓക്കെ പറയാം. ഇത് തൃശ്ശൂര് നിൽക്കുന്ന അവര് ജയിച്ചു കഴിയുമ്പോ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് അവരച്ഛന്റെ പേരാക്കും എന്ന് പറയുമ്പോ എന്ത് ലോജിക്ക് അതിനകത്തുള്ളത്? ഒട്ടുമില്ല. അവിടെ തന്നെ ആദ്യം തൃശ്ശൂരുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, ബാക്കി ഇതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി. അത് തൃശ്ശൂരെല്ലാം എന്തെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് അവർക്കെന്ന് ജയിച്ചു കഴിയുമ്പോ. ഇവരൊക്കെ കേറിട്ട് എന്ത് ചുമ്മാ ഇങ്ങനെ ഓരോ ഡയലോഗ് അടിക്കേണ്ട കാര്യം? എല്ലാരും സ്വന്തം ഫാമിലി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ നാടിന് ചിന്തിച്ചൂടെ? ഇതെല്ലാം നമ്മുടെ നാടാണ്. ആദ്യം പോയി നിൽക്കുന്ന നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് ചെയ്ത് തീർക്കുക, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇത് ഉടനെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് എന്റെ അച്ഛന്റെ പേരാക്കും. ആർക്കെ ഗുണം? എന്ത് ഗുണം തോന്നോ? അച്ഛന്റെ പേരാക്കുന്ന അവരെ വീട്ടുകാർക്ക് ഗുണം കാണും, അവർക്ക് പല ഗുണം കാണുമായിരിക്കും. അവരെ അച്ഛന്റെ പേരാക്കിന്ന് വെച്ചാൽ തന്നെ ഗുണമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പത്മനാഭ വേണുഗോപാല് നാളെ ഒരു ദിവസം അവിടുന്ന് അവര് കൊച്ചിയിൽ നിന്ന്, കൊച്ചിയല്ലല്ലോ, കർണാകരൻ എയർപോർട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിൽ വരുന്നു. അന്നേരം അവർ എയർപോർട്ടിൽ ചെന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ തന്നെ പറയുന്നത്, കർണാകരൻ എന്റെ അച്ഛനാ, അതുകൊണ്ട് ടിക്കറ്റ് എനിക്കില്ല. എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണോ? അല്ല, ടിക്കറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചത്, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? എന്റെ അറിവിലില്ല. അങ്ങനെയൊന്നും നമ്മൾ അല്ലടേ, അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ട. അവര് ഉടനെ പോയിട്ട് ഇതൊക്കെയാണ് ഡയലോഗ് അടിച്ചു വിടുന്നത്. ഇതാണ് അവര് NDA സ്ഥാനാർത്ഥിയല്ലേ?
അച്ഛന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ അവര് കോൺഗ്രസ് എന്നല്ലേ പറയണ്ടേ അതൊക്കെ. ഇതിനേക്കാളും വലിയ വ്യക്തികളാ ഇപ്പൊ അടുത്ത വന്നവര് വേറെ രണ്ടുപേരുടെ എന്തോ ഒന്ന് മറ്റേ സിനിമാ നടിമാരുടെ ഒന്ന് വീണ നായരും പിന്നെ ലക്ഷ്മി പ്രിയ മറ്റേ ബിഗ് ബോക്സിലെ അതിന്റെ ഒരു ട്രോളുണ്ട് കണ്ടാ. ഇവര് ബിഗ് ബോസ് ആണെന്നും പറഞ്ഞുകൊണ്ട് വന്നേന്ന് അറിയാതെ. കാരണം പെട്ടെന്ന് പിന്നെ അവർക്ക് ബോധം വന്നത് ഈ വോട്ടർ ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവര് എവിടെ ബുക്ക് ചെയ്യണം എന്നുള്ള PR വർക്കുകാർ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഇത് ബുക്കിംഗ് കാരണം വെച്ചാൽ ഓൺലൈനിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ വേറെ നാട്ടുകാരാ ചെയ്യേണ്ട വോട്ട്, PR അല്ല വോട്ട് ചെയ്യേണ്ടത്. അല്ല ഞാൻ ഈ ഇടയ്ക്ക് ലക്ഷ്മിയുടെ ട്രോൾ ഉണ്ടല്ലോ ബൈക്ക് ഇരുന്നോണ്ട് പോകുന്നു. ഇതൊക്കെ വരും നോക്കത്തില്ലടേ. സത്യം അവരെ കളിയാക്കുന്നില്ല. സത്യം പറഞ്ഞ ഈ കൊണ്ടുവന്ന അയാളുടെ പേര് സാബു ജാക്കബ് അല്ലേ, ആ സ്ഥാനാർത്ഥിയൊക്കെ ഒന്ന് നോക്കണ്ടേ, ഇവർക്ക് വോട്ടുണ്ടോ ഇല്ലെന്നെങ്കിലും അയാളെങ്ങോട്ടും ചിന്തിക്കണ്ടേ. കൊണ്ടുവന്ന അയാളൊക്കെ ഐഡിയ ഒക്കെ കൊള്ളാം, നല്ല ഐഡിയ ഒക്കെ ഒന്ന് അതൊക്കെ ഒന്ന് തിരക്കണ്ട, ഒന്ന് നോക്കണ്ടേ അതൊക്കെ ഒന്ന്. അഖിലെണ്ണം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നെ ഇവിടെ നിർത്തുക, അതായത് എന്തുവാ നീ ഇപ്പം അവിടെ ഉള്ള ആളാ എക്സ് ഉള്ള സ്ഥലത്താ, ഞാൻ വൈയിലാണ് ഞാൻ നിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്, ഞാനാണ് നിന്റെ സ്പോൺസർ, വൈയിലാണ് നീ നിൽക്കുന്നത്, നീ എക്സിലാണ് നീ വോട്ടർ ലിസ്റ്റിലുള്ളത്, നിനക്കറിയാം നീ എക്സിലെ വോട്ട് കേട്ടുള്ളൂ, നീ വൈയിൽ ഞാൻ നിന്നെ വൈ കൊണ്ടുവരുന്നത്, നീ ഉടനെ ചാടി പുറപ്പെട്ട് എൻ്റെ കൂടെ എന്നിട്ട് പ്രസ് മീറ്റും എല്ലാം നടത്തിയിട്ട് പറയുക ഞാൻ വൈ എന്നുള്ള സ്ഥലത്ത് ഞാനിതന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും വൈയിലുള്ള നാട്ടുകാർ വെറും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. നോക്കുമ്പോ ചോദിക്കും ഇവനേത് എക്സിലുള്ളവർ തന്നെ ചോദിക്കും, ഈ എക്സിലുള്ളവൻ എന്തിന്റെ വൈ പോയത്, അത് തന്നെ അവരും ചോദിക്കും. എന്നാലും നോക്കുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും അസ്വാരസ്യങ്ങൾ വന്ന് പൊക്കി എന്നാലും നിന്റെ അടുത്ത് തന്നെ ചോദിക്കത്തില്ലേ. സ്വാഭാവികമായിട്ടും നിന്റെ ആൾറെഡി അതൊരു വാർത്തയാവുകയെ. നമ്മുടെ നാട്ടിലെ മീഡിയാസിനെ അറിയാലോ, ഒന്ന് കുനിഞ്ഞിരുന്ന മർമ്മ അടിച്ചോണ്ട് വന്ന ടീമുകളാ. അതേമായ കുനിഞ്ഞുവല്ലോ ഇരുന്ന് പൊക്കി എന്ന് പറഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിട്ടുണ്ട് കാര്യമുണ്ടോ? അല്ല ഇത് പറഞ്ഞപ്പോഴേ വേറൊരാള് കേട്ടോ, നമ്മുടെ പാലക്കാട് പോയി നിൽക്കുന്ന വേറൊരാളുണ്ടല്ലേ, സിനിമാ താരം രമേശ് പിഷാരടി. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇവിടെ കൊണ്ടുവരും. അല്ല അത് വേറെ കുഴപ്പമുണ്ട്. അതാ മമ്മൂട്ടി പിഷാരടി UDF. അതെ വേറൊന്നരുടെ മമ്മൂട്ടിക്ക് പാലക്കാട് പോകാൻ അറിയത്തില്ല, ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല, പാലക്കാട് പോകാൻ ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല, റൂട്ട് അറിയത്തില്ല. പാവപ്പെട്ട 90 എന്റെ നമുക്ക് അറിയത്തില്ല, 90-80 ലൈസൻസ് കൊണ്ട് കിട്ടിക്കാണോ, 90-70 അങ്ങനെ ലൈസൻസ് കിട്ടിയ ആളില്ല. 20-26 വരെ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല. വണ്ടി ഓട്ടിക്കല്ലടയോ അതായത് പാലക്കാട് എന്ന് പറയുമ്പോ തൃശ്ശൂര് എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം. മലപ്പുറത്തുനിന്ന് തൃശ്ശൂര് ചാടാൻ അറിയാം, പക്ഷെ പാലക്കാട് ചിലപ്പോ വിചാരിച്ചാണ് വേറെ സ്റ്റേറ്റ് ആയിരിക്കും. വേറെ സ്റ്റേറ്റ് ആണ് പുള്ളിക്ക് അറിയത്തില്ല. അത് രമേശ് പിഷാരടി വേണം പുള്ളിയെ ആദ്യമായിട്ട് പാലക്കാട് കൊണ്ടുവരാൻ. അതായത് എറണാകുളത്ത് നിന്ന് അത് ശരിയാടാ, പിഷാരടിക്ക് കൊണ്ടുവരാൻ അറിയത്തുള്ളൂ. കാരണം മമ്മൂട്ടിക്ക് പാലക്കാട് എന്നുള്ള ഡിസ്ട്രിക്ട് അറിയത്തില്ല. പക്ഷെ ഈ ഇടയ്ക്ക് വയനാട് പോയി, പക്ഷെ എങ്ങനെ പോയെന്ന് അറിയത്തില്ല. വയനാട്ടിലെ വേറെ റൂട്ട് വഴി പോയി, പാലക്കാട് ടച്ച് ചെയ്യാതെ പോവാല്ലോ. ഇതുവരെ പക്ഷെ പുള്ളി ഇടയ്ക്കൊക്കെ പാലക്കാട് ലൊക്കേഷന് പോടാ എങ്ങനെ പോയി കാണാം. അത് ചിലപ്പോ പാലക്കാട് ഹെലികോപ്റ്റർ വഴി പോയി കാണും. അതല്ലെന്ന് അത് അയാളടുത്ത് പറയണം, ഇത് പാലക്കാടല്ല, വേറെ വേറെ ഏതെങ്കിലും സിനിമയിലൊക്കെ വേറെ സ്ഥലപ്പേരൊക്കെ പറയുമല്ലോ, അങ്ങനെ കൊണ്ടുപോയതായിരിക്കും. പാലക്കാട് പിഷാരടി ആണ് ആദ്യമായിട്ട് മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടുവന്ന്. എന്റെ മമ്മൂക്ക് ആദ്യമായിട്ട് പാലക്കാട് ആദ്യമായിട്ടാ. അതിനെ പിഷാരടിക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. അല്ല അതൊക്കെ അങ്ങനെ ആലോചിക്കില്ല. പാലക്കാടുള്ള ആളുകൾ ആദ്യമായിട്ട് ഇത്രയും വർഷമായിട്ട് സിനിമയിലുണ്ട ഒരാള് ആദ്യമായിട്ട് പാലക്കാട് പോവുക. അത് മമ്മൂട്ടി പണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അവിടെ. പാലക്കാട് ജനങ്ങൾ ആദ്യമായിട്ട് കാണാൻ വന്ന മമ്മൂട്ടിയെ.
പിഷാരടി സമ്മതിക്കണം അല്ലേ? ഓ പിഷാരടി അന്നേരം ചിലപ്പോ ജയിക്കും അല്ലേ? അല്ല അങ്ങനല്ല, മമ്മൂട്ടി നമ്മൾ ഇന്ന പാർട്ടി എന്നല്ല, മമ്മൂട്ടി പാർട്ടിക്കാരനല്ല. മമ്മൂട്ടി ഒരു ഓക്കെയാണ്. മമ്മൂട്ടി എന്താ സീതാർത്ഥി നമ്മളൊക്കെ പറയല, നേരെ ആണെങ്കിൽ ഓക്കെ, ആ രീതിയിലുള്ള ആളാണ്. നമ്മളിപ്പോ ഹിന്ദിയിൽ നമ്മളങ്ങനെ വെളിനാട്ടിലുള്ള നമ്മൾ പറയാൻ സീതാർത്ഥി, അങ്ങനെ നമുക്കും പറയാൻ പറ്റത്തില്ല. നേരെ കാരണം നേരെയാണെങ്കിൽ അങ്ങേര് നേരെ, വളഞ്ഞാണെങ്കിൽ അങ്ങേര് അതിന്റെ അപ്പുറത്തെ വളവ്. അത് കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഇപ്പൊ പറയുന്ന ദിലീപ് ആയാലും സുരേഷ് ഗോപി ആയാലും നമ്മള് ഇവരൊക്കെ എന്ന് വെച്ചാൽ പണ്ട് തൊട്ട ആൾക്കാരാണ്. ഇവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ ചെറിയ റെസ്പെക്ട് ഒക്കെയാണ്, ചെറിയ റെസ്പെക്ട്. അതാണ് രമേശ് പിഷാരടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുമാതിരി രമേശ് പിഷാരടി മാത്രല്ല, കുറച്ച് മീഡിയാസിന്റെ അടുത്ത് എനിക്കതല്ല പറഞ്ഞത്, ഇവരുടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇച്ചിരി റെസ്പെക്ട് ഒക്കെ ആവും. അല്ലാതെ നമ്മളങ്ങ് അവന്മാരെ വെറും അങ്ങ് എന്തോ ഇന്ന പാർട്ടിക്കാരാണെന്ന് ചിന്തിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ട് പയറ്റി തെളിഞ്ഞ് പല കാഴ്ചകൾ കാണേണ്ടത് കണ്ട്, കാണാത്തത് കണ്ട്, കേൾക്കേണ്ടത് കേട്ട്, കേൾക്കാത്തത് കേട്ട്, ആ രീതി അവര് വളർന്നു വന്ന ആൾക്കാരാണ്. അവരുടേതായ ടെറിട്ടറി അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയവരാ. ഈ പറയുന്ന ആരായാലും മമ്മൂട്ടി സീനിയർ, മോഹൻലാല്, പിന്നെ ദിലീപ്, സുരേഷ് ഗോപി, ഇങ്ങനെ ഓരോ ജയറാമനും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തർ. അത് പഴയ കാലത്തുള്ളവർക്കേ പറയാൻ പറ്റൂ. ഈ പുതിയ കാലത്തുള്ളവർക്ക് ആർക്കാ പറയാൻ പറ്റുന്നത്? പൃഥ്വിരാജിന് പറയാൻ പറ്റുമോ? ഫാത്ത്രാജിന് പറയാൻ പറ്റുമോ? പിന്നെ ആസിഫ് അലിക്ക് പറയാൻ പറ്റുമോ? ഒന്നുമില്ലടാ. ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ടെറിട്ടറിക്ക് മേളില് ഇവർ ഏതെങ്കിലും ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് മേളിൽ കയറ്റി വെക്കാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഇവർക്കെല്ലാം റെസ്പെക്ട് ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ആസിഫ് അലിക്കാരും പൃഥ്വിരാജ് അവർക്കൊക്കെ അവരോട് ആസിഫ് അലിയും പറഞ്ഞു, എനിക്കിന്ന് പിഷാരൻ വിളിച്ചാ വരാന്നങ്ങാണ്ട്. ആവശ്യം എന്തോ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ആസിഫ് അലി നമ്മ അങ്ങനല്ല, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേ ഫീൽഡിൽ വരയ്ക്കുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറഞ്ഞായിരിക്കാം. പണ്ട് കൊല്ലത്ത് എനിക്കൊന്ന് മുകേഷ് നിന്നപ്പോ പോലും പിഷാരടിയും ധർമ്മജനും വന്നിട്ടുണ്ട് അയാളുടെ ഇതിന് വേണ്ടിട്ട്. ഇപ്പൊ പറയാൻ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിഷാരടി ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ധർമ്മജനും വന്നിട്ടുണ്ട്. കാരണം അന്ന് ഇവര് ബഡായി ബംഗ്ലാവ് എന്നുള്ള പരിപാടിക്ക് വന്ന് ആ സമയത്ത് ഇവര് വന്നിട്ടുണ്ട്. നമ്മള് വരുന്നേന്റെ അല്ലടാ, വരുന്നേ പോലെ അങ്ങനെ പറയണേ. ഗണേഷ് കുമാറിന്റെ ഇതിന് മോഹൻലാലും വന്നിട്ടുണ്ട്. അതാ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറഞ്ഞത് എന്നും പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞിട്ട് ഞാൻ പിഷാരടി പറഞ്ഞല്ലേ, മമ്മൂട്ടി ഇവിടെ പാലക്കാട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എന്നിട്ട് എന്താ തന്നെ പുള്ളി വന്നിട്ട് അവിടെ എന്താ ചെയ്യാനാ? നീ എന്താ മമ്മൂട്ടി പാലക്കാട് വന്ന് എന്തൊക്കെ നടക്കും നിനക്കറിയോ? അതാ എന്തൊക്കെ നടക്കും ആർക്കറിയാം? ഇപ്പൊ അറിയാം. അല്ല അല്ല പറയുമ്പോ അതിനനുസരിച്ച് ഡയലോഗ് അടിക്കും. ഇത് എന്നും അല്ല മമ്മൂട്ടി ചിലപ്പോ ഇയാളോടുള്ള ആ ഒരു സ്നേഹം വെച്ചായിരിക്കും എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ചിലപ്പോ മമ്മൂട്ടി അടുത്ത് ഇയാൾ പറഞ്ഞു കാണും, നമുക്ക് ഒന്ന് വരാന്ന് പറഞ്ഞാണ്. എന്നും പറഞ്ഞ് ഇമാതിരി ഞാൻ ജയിച്ചു കഴിഞ്ഞ മമ്മൂട്ടി ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ല പറയുന്നില്ല എന്തില്ല. അല്ല മമ്മൂട്ടി വന്നിട്ട് എന്ത് അവിടെ അല്ല ഇയാൾ ചിലപ്പോ പാലക്കാട് ജനങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി വരാന്ന്. ചിലപ്പോ മമ്മൂട്ടിയോടെ വല്ല ഏതെങ്കിലും ഷോപ്പിന് ഉദ്ഘാടനം വന്നാലും അത് മതിയല്ലോ, ആളുകൾ കാണത്തില്ലേ? നീ കോട്ടയം കുഞ്ഞച്ചൻ സിനിമ ഉണ്ടോ? മോഹൻലാൽ ഈ പറയുന്ന മമ്മൂട്ടി എന്നാ പറയുന്ന ഡയലോഗ്, ആ ഡയലോഗാണ് ചിലപ്പോ പിഷാരടി അടിച്ചത്. ഇവിടെ ഇപ്പം മമ്മൂട്ടി വരുന്നതാണ്, അതാണ് കോട്ടയം കുഞ്ഞ. ആ മോഹൻലാലാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം വരുന്നത്. ചിലപ്പോ പിഷാരടിക്കാണ്ട് കേക്ക് ഷോപ്പൊക്കെ ഉണ്ട്. ചിലപ്പോ അതിന്റെ ബ്രാഞ്ച് ചിലപ്പോ അവിടെ ഇട്ടിട്ട് മമ്മൂട്ടി ഉദ്ഘാടനത്തിന് വിളിക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും വരുന്നത്. ചിലപ്പോ അറിയാൻ പറ്റുമോ? അല്ല ഇയാളെ ഏതാ കോൺഗ്രസിലേ നിക്കുന്നത്? കോൺഗ്രസ്സുകാര് മൊത്തം ഈ വാഗ്ദാനങ്ങളല്ലേ ഉള്ളു. അല്ല രണ്ടും പറയാൻ അവര് ജയിച്ചിട്ട് കഥയില്ല. അവര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. ജയിച്ച ആരും മുഖ്യമന്ത്രിയാവും? അത് തന്നെ അടിയാ, അതിൽ തന്നെ അടിയല്ലേ. മുഖ്യമന്ത്രി ഒന്ന്, ആഭ്യന്തര മന്ത്രിക്ക് വീണ്ടും അടി, അടുത്തടി, പിന്നെ മൂന്നാം സ്ഥാനത്തിന് വീണ്ടും അടി, നാലാം സ്ഥാനത്തിന് വീണ്ടും അടി. ഇതൊക്കെ അടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേറെ പാർട്ടിക്കാർ വന്ന് കയറി. എന്റെ ഒരു അഭിപ്രായം വെച്ച് ഈ വട്ടം ഭരണത്തിൽ കയറുന്നത് LDF തന്നെ. എന്റെ ആഗ്രഹത്തിൽ വേറെ ഒന്നല്ല, പ്രതിപക്ഷമായിട്ട് BJP വരണം. എന്റെ ഒരു ആഗ്രഹത്തിൽ പറയാം, BJP പ്രതിപക്ഷത്ത് പറഞ്ഞു. കാരണം എന്നാലേ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് വരത്തുള്ളൂ. അല്ല ചോദിച്ചോ,
ചോദ്യം ചോദിക്ക്, ഉത്തരങ്ങൾ അതേ കണക്ക് അവിടെ വരും. അവർക്ക് ഉത്തരം ഉണ്ടെങ്കിൽ അവർ ഉത്തരം പറയട്ടെ. അവർക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം പറയട്ടെ. നമ്മളിപ്പോ ഉത്തരം പറയണ്ടെന്നല്ല പറഞ്ഞത്. അവർ ഉത്തരം പറയാത്ത പാർട്ടിന്ന് നമ്മൾ പറയത്തില്ല. അവര് ആ സെയിം അതേ രീതിയിൽ എന്താ അവര് ഇവരുടെ ടോക്കിംഗ് ഉണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും. മതി ആ രീതി. എന്നാലല്ലേ നമുക്ക് നാട്ടുകാർക്ക് ഇതൊക്കെ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപത്യോ എല്ലാ രീതിയിലും. ഇപ്പൊ നമ്മളിപ്പം കേന്ദ്രത്തിൽ പറയുക പ്രതിപക്ഷം ഉണ്ടോ? ഇല്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരനെ കേരളത്തിലുള്ളവർ തന്നെ പറയുന്നില്ലേ കേന്ദ്രത്തിൽ ഏകാധിപത്യം നടക്കുന്നത്. ഇവിടെ ആരുണ്ട് ഓപ്പോസിറ്റ് പറയാനാരുണ്ട്? ഓപ്പോസിറ്റ് ഇന്ന് VD സതീശൻ ഇത് കണക്ക് പിണറായി ഇത് കണക്ക് ഇന്ന കണക്ക് ഒരു അഴിമതി നടത്തി. അടുത്ത ദിവസം ചെന്നിത്തല എന്നിട്ട് പറയുക പിണറായി വിജയൻ അങ്ങനെ അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയൂര്. അതിൽ തന്നെ തീർന്നില്ല അവിടെ. ഇത് തന്നെ എല്ലായിടത്തും നമ്മൾ നടക്കുന്നത്.